الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യ സമൂഹത്തിൽ ബഹുസ്വരതയാണ് ഉള്ളത്. വൈവിധ്യങ്ങൾ വിശ്വാസത്തിലും സംസ്കാരത്തിലും ഭാഷയിലും വേഷത്തിലും ഭക്ഷണ രീതികളിലും എല്ലാത്തിലും നമുക്ക് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ചിലതെല്ലാം പ്രകൃതിപരമായി പടച്ചവൻ നൽകിയതാണ്, ചിലത് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതുമാണ്. ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കെ തന്നെ മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുവാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും സമുദായങ്ങളുടെ പേരിലും മതങ്ങളുടെ പേരിലും ഒരേ മതത്തിൽ തന്നെ പെട്ട വിവിധ പ്രസ്ഥാനങ്ങളുടെയും സഭകളുടെയും സംഘങ്ങളുടെയും ഒക്കെ പേരിൽ മനുഷ്യർക്കിടയിൽ വല്ലാത്ത പ്രയാസങ്ങളും അസ്വാരസ്യങ്ങളും സംഘർഷങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്തും മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. മനുഷ്യൻ്റെ ബന്ധങ്ങൾ മനോഹരമായി തീരാൻ, ആസ്വാദ്യകരമായി തീരാൻ, മധുരമുള്ളതായി തീരാൻ എന്ത് ചെയ്യണം എന്ന് നാം ആലോചിക്കണം. ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിക്കണം. എൻ്റെ ജീവിതം, എൻ്റെ അടുത്ത് ജീവിക്കുന്ന ആൾക്ക് ആസ്വാദ്യകരമാവാൻ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ജീവിതം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതാവാൻ ഞാൻ എന്ത് ചെയ്യണം? നാം പറയുന്നതും നാം ചെയ്യുന്നതും നമ്മിൽ നിന്ന് ആളുകൾക്ക് കാണാൻ കഴിയുന്നതുമൊക്കെ അങ്ങനെയായി തീരുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വസ്തുതാപരമായി ആർക്കും തർക്കമുള്ള കാര്യവുമല്ല. എല്ലാ മതവിശ്വാസികളും പറയുന്നു, ഞങ്ങളുടെ മതം സ്നേഹമാണ്, കാരുണ്യമാണ്, മനുഷ്യനോടുള്ള ബന്ധം നിലനിർത്തണം എന്ന് ഉപദേശിക്കുന്നതാണ്. പക്ഷേ അനുഭവത്തിൽ അതല്ലാത്തതും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും പേരിൽ ഉണ്ടാകുന്നു. ഇസ്ലാമികമായി പറയേണ്ടതാണല്ലോ ജുമാ ഖുതുബ. മുസ്ലിങ്ങളാണല്ലോ ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു നാട്ടിൻ്റെ നന്മ, ഒരു നാട്ടിൻ്റെ പുരോഗതി, ഒരു നാട്ടിൻ്റെ വികസനം എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പരസ്പര സ്നേഹം, ബഹുമാനം തുടങ്ങിയ ഗുണങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ്. ഏതെങ്കിലും ഒരു വിഭാഗം ഇതിൽ ഈ മര്യാദ പാലിക്കാതിരുന്നാൽ അവർ മാത്രമല്ല കഷ്ടപ്പെടുക, ആ നാട്ടിലുള്ള എല്ലാവരും കഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ പരസ്പര ധാരണയും പരസ്പര ബഹുമാനവും പരസ്പര വിശ്വാസവും കാത്തു സൂക്ഷിക്കണം. അത് ഇസ്ലാം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യവുമാണ്. ഇതര സമൂഹങ്ങളോട് നല്ല ബന്ധം പുലർത്തണം എന്നത് ദീനിൻ്റെ കാര്യമാണ്. നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്ന സംഗതിയല്ല. ദീനിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്
മുസ്ലിങ്ങളോട് മാത്രമല്ല ഇതര സമൂഹത്തിൽപ്പെട്ട ആളുകളോടും മാന്യമായി പെരുമാറണം എന്നത്. ഖുർആനിൽ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞൊരു വാചകം നമ്മൾ ഓർക്കണം. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് എന്നാണ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് എന്നാണ്. നിങ്ങൾ ഉത്തമ സമുദായമാണ്. ആർക്ക് വേണ്ടിയാ? മുസ്ലിങ്ങൾക്ക് വേണ്ടിയാ? മാപ്പിളമാർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാ? അല്ല. ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല പുറപ്പെടുവിച്ചിട്ടുള്ള അല്ല നിയോഗിച്ചിട്ടുള്ള ഒരു ഉത്തമ സമുദായമാണെന്ന്. അപ്പം നാം ജീവിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി എന്നത് മതപരമായി നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഖുർആനിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആലമീൻ, ലോകത്തിന് മുഴുവനും, ലോകർക്ക് മുഴുവനും കാരുണ്യമായിക്കൊണ്ടല്ലാതെ താങ്കളെ അയച്ചിട്ടില്ല എന്നാണ്. എന്നാൽ ലോകത്തുള്ള എല്ലാവർക്കും കാരുണ്യമാണ് പ്രവാചകൻ. അത് ഇല്ലാ റഹ്മത്തൻ ലിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. മുസ്ലിമീങ്ങൾക്ക് റഹ്മത്താണ് എന്നല്ല പറഞ്ഞത്, ജനങ്ങൾക്ക് റഹ്മത്താണെന്ന്. ആ പ്രവാചകൻ പറഞ്ഞു, വർഗീയതയിലേക്ക് വേണ്ടി ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ലൈസ മിന്നാ മൻ ദഅ ഇലൽ അസബിയ്യ, വർഗീയത അല്ലെങ്കിൽ വംശീയത, സാമുദായികത, അതിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അതിന് പണിയെടുക്കുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അതിൻ്റെ പേരിൽ മരിച്ചു വീഴുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഇത് പറഞ്ഞത് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ നമ്മുടെ വീക്ഷണം മനുഷ്യപ്പറ്റുള്ളതാണ്. മനുഷ്യരോട് കാരുണ്യം ചൊരിയുന്ന വിധത്തിൽ ആയിരിക്കണം എന്നത് ദീനിൻ്റെ താല്പര്യമാണ്. നിങ്ങളുടെ ദീനിൻ്റെ പേരിൽ ആക്രമിക്കുകയോ നിങ്ങളുടെ വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും പുറത്താക്കുകയോ ചെയ്യാത്ത കൊടും ശത്രുക്കളല്ലാത്ത ആളുകളോട് നിങ്ങൾ നീതിപൂർവം പ്രവർത്തിക്കുക, അവർക്ക് നിങ്ങൾ നൽകേണ്ട എല്ലാം നൽകുക എന്നത് പടച്ചവൻ വിലക്കിയിട്ടില്ല. നിങ്ങൾ അവരോട് പുണ്യം ചെയ്യുന്നതിന്, നന്മ പ്രവർത്തിക്കുന്നതിനെ അള്ളാഹ് വിലക്കിയിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അവിടെ അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം എന്ന് പറഞ്ഞു. രണ്ട് കാര്യം പറഞ്ഞു. അതായത് ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും എന്ന് പറഞ്ഞ ശേഷം, അതായത് ദീനിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ നിങ്ങളെ വീടുകളിൽ നിന്ന് ഇറക്കി വിടുകയോ ചെയ്യാത്ത ആളുകളോട് അൻ തബറൂഹും, ബിർറ് ചെയ്യുക. ബിർറുൽ വാലിദൈൻ എന്നൊക്കെ കേട്ടില്ലേ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക, നന്മ ചെയ്യുക. അപ്പം ആ ഒരു പ്രയോഗമാണിതും. അതായത് ഇവരേതായാലും മുസ്ലിങ്ങളല്ലാന്ന് ഉറപ്പല്ലേ, നിങ്ങളോട് ദീനിൻ്റെ പേരിൽ യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്ത മനുഷ്യന്മാർ, മുസ്ലിങ്ങളല്ലാത്തവർ, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യുന്നതും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, നീതിപൂർവം പ്രവർത്തിക്കുന്നതും അള്ളാഹ് വിലക്കിയിട്ടില്ല. ശേഷം പറയുന്നത് അവരോട് നിങ്ങൾ നീതി ചെയ്യണം, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ബിർറെന്ന് പറയുന്നത് പുണ്യകർമ്മം എന്ന നിലക്ക നന്മകളാണ് എല്ലാവരോടും. അതുപോലെ തന്നെ ഖിസ്തെന്ന് പറഞ്ഞാൽ അത് വിശദീകരണം ആവശ്യമുള്ള വാക്കാണ്. അത് ഒരാൾക്ക് നീതിപൂർവം ലഭിക്കേണ്ട അവകാശം, അവന് ലഭിക്കേണ്ടതായ അളവ് അത് നൽകണം എന്നാ. അത് നമ്മുടെ ആളല്ല, എന്നാൽ അവനൊന്ന് കുറച്ചു കൊടുക്കുക, ഇത് നമ്മുടെ ആളാണ്, ഇതൊന്ന് കൂട്ടിക്കൊടുക്കുക, അങ്ങനെ ഇല്ല എന്നാണ്. അപ്പം എന്താണ് ഒരു മനുഷ്യൻ എന്ന നിലക്ക് അവൻ അവകാശപ്പെട്ടത് അത് നീതിപൂർവം നൽകാൻ സാധിക്കണം എന്നത് ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ശത്രുക്കൾ എന്നും ശത്രുക്കളാവില്ല, മാറും. അവൻ എൻ്റെ ശത്രുവാണെന്ന് വിചാരിച്ച് ആരോടും ദേഷ്യം പിടിക്കേണ്ടതില്ല. കാരണം അള്ളാഹ് പറയാണ്, അസല്ലാഹു അൻ യജ്അല ബൈനക്കും വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദ. അല്ലാഹു തആല നിങ്ങൾക്കും എതിർ കൂട്ടർക്കും ഇടയിൽ ശത്രുത ഉണ്ടായിരുന്നോ അവർക്കിടയിൽ അള്ളാഹ് മവദ്ദത്ത് ഉണ്ടാക്കും എന്നാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, ഇഷ്ടം. അപ്പോൾ നിങ്ങൾ അവൻ്റെ ശത്രുവാണ്, അവർ നമ്മുടെ ശത്രുവാണ് എന്ന് അങ്ങനെ ബ്രാൻഡ് ചെയ്യണ്ട. അവർക്കും നിങ്ങൾക്കും ഇടയിൽ അല്ലാഹു തആല സ്നേഹമുണ്ടാക്കും. വല്ലാഹു ഖദീറുൻ വല്ലാഹു ഗഫൂറുർ റഹീം.
അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ് എന്ന്. അപ്പം നമ്മൾ ക്ഷമിക്കണം, നമ്മൾ കാത്തിരിക്കണം. അള്ളാഹു തആല നമ്മോട് വിരോധം വെച്ചിട്ടുള്ള ആളുകൾക്കും നമുക്കും ഇടയിൽ സ്നേഹമുണ്ടാക്കും എന്ന് ഖുർആൻ പറഞ്ഞതിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. ഒരിക്കലും നമ്മൾ പറയില്ല ധ്രുവീകരണം എന്ന് അങ്ങ് വേറെ ആയിപ്പോവുക, അതുണ്ടാകാൻ പാടില്ല. ഇപ്പം ചില സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങൾ അവരൊരു ഏരിയയിൽ, മുസ്ലിങ്ങളല്ലാത്ത വേറൊരു സമുദായത്തിൽപ്പെട്ടവർ വേറൊരു ഏരിയയിൽ, അങ്ങനെ ആവുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. മറിച്ച് വേണം താനും. ഇപ്പോൾ പൊതു ഇടങ്ങൾ, മുസ്ലിങ്ങൾ പൊതു ഇടങ്ങളിലായിരിക്കണം, മുസ്ലിം ജീവിക്കുന്നതും അങ്ങനെയായിരിക്കണം. അത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലമാണിത്. അപ്പം അതുകൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കണം. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതവിശ്വാസമില്ലാത്തവരുമൊക്കെ അവനവൻ്റെ വിശ്വാസവും സംസ്കാരവും മതവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മനുഷ്യരെന്ന നിലക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കണം. നന്മയുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കണം. അതിങ്ങനെ പ്രസംഗം ചെയ്തുകൊണ്ട് നടക്കുന്നതല്ല, ജീവിതത്തിൽ ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും നല്ല പലതും ഉണ്ടായി വരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പട്ടണങ്ങളിലൊക്കെ രൂപപ്പെട്ടു വരുന്ന റെസിഡൻസ് അസോസിയേഷനുകൾ. നമ്മൾ അതിൻ്റെ കൂടെ കൂടണം, അതിൽ നമ്മളെ പങ്കാളിത്തം ഇതിനാണെന്നറിയോ, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ആരാ അപ്പുറത്തെ വീട്ടിലുള്ളത്, ഇപ്പുറത്തെ വീട്ടിലുള്ളത്, മുകളിലെ ഫ്ലാറ്റിലുള്ളത്, താഴെയുള്ളത് എന്നറിയാൻ നമുക്ക് കൂടിച്ചേരാൻ ഒരു സ്ഥലം വേണ്ടേ. ഇപ്പോൾ മുസ്ലിമീങ്ങൾ അവരുടെ അടുത്തൊരു പള്ളിയിൽ പോയി കാണുന്നുണ്ടാവും, ഹിന്ദുക്കൾ ഇപ്പുറത്ത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ കാണുന്നുണ്ടാവും, അതല്ല ക്രിസ്ത്യാനികൾ ചർച്ചിൽ പോകുമ്പോൾ കാണുന്നുണ്ടാവും. നമ്മളെല്ലാം കൂടി ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ കാണണ്ടേ ഒന്നിച്ച്. അതിന് പറ്റിയ ഒന്നാണ് ഈ റെസിഡൻസ് അസോസിയേഷനുകൾ എന്ന കൂട്ടായ്മകൾ. അതുപോലെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന കുറേ സംഗതികളുണ്ട് നമുക്ക് ഈ കൂടാൻ പറ്റിയേ, അതിലൊക്കെ നമ്മൾ കൂടണം. ഉദാഹരണം, ചില ചികിത്സാ കമ്മിറ്റികൾ, അല്ലേ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അസോസിയേഷനുകൾ, അതുപോലെ ചില സ്പോർട്സ് ആർട്സ് ക്ലബ്ബുകൾ ഒക്കെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചു പോയാൽ മതി. അപ്പം എന്താവുമെന്നറിയോ, അവിടെ മുസ്ലിമും ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനിയും ഉണ്ടാവും. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന എല്ലാ നന്മകളിലും എല്ലാ കൂട്ടായ്മകളിലും നമ്മളും കൂടണം. അതുപോലെ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഇപ്പോൾ ഒരു പ്രദേശത്തൊരാൾ വൃക്ക കേടുവന്നിരിക്കുന്നു, അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ആരായാലും അതിനൊരു സഹായ കൂട്ടായ്മ ഉണ്ടാക്കുന്നു, നമ്മൾ അതിലുണ്ടാവണം. അവൻ്റെ മതവും ജാതിയും നോക്കിയിട്ടല്ല, കാരണം മനുഷ്യനാണ് ഇവിടെ പ്രധാനം എന്നതാണ്. അതുപോലെ അയൽപ്പക്ക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി കൊണ്ടുവരണം. അതെങ്ങനെ കഴിയും? അയൽവാസിയോടുള്ള ബാധ്യതകൾ എന്നാണ് വയൽ വെച്ചിട്ട് കാര്യമുണ്ടോ? അത് ഉള്ളിൽ പറയണം. പക്ഷേ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം, അയൽപ്പക്കത്ത് രോഗമുണ്ടോ എന്നറിയണം, അയൽവാസിയുടെ വിഷമങ്ങൾ നമ്മൾ അറിയണം. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കണം, അപ്പുറത്തും ഇപ്പുറത്തും വീടുകളിലൊക്കെ നമ്മൾ പോകണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, രോഗിക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കണം. അതുപോലെ വിവാഹം, കല്യാണം, സൽക്കാരം തുടങ്ങിയ സംഗതികളിലല്ലേ, അതൊക്കെ നമ്മുടേതാക്കി മാറ്റണം. നമ്മുടേതാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ നമുക്കും കൂടി പങ്കെടുക്കാനുള്ളതും അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷവുമാണ് എന്ന നിലക്ക് നമ്മൾ പെരുമാറണം. അത് വേറെ ആൾക്കാരതാണ്, വേറെ ജാതിയാണ്, അങ്ങനെ പറയൽ ഇസ്ലാമികമല്ല. അതുപോലെ രോഗം, മരണമൊക്കെ നമ്മൾ പങ്കെടുക്കേണ്ട സംഗതികളാണ്. എന്താ പറയുക, അതൊരു ദുഃഖമല്ലേ. ഒരു അച്ഛൻ മരിച്ചുപോയി, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അയൽപ്പക്കത്തുള്ള ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ ഒരുപാട് അവരെ നോക്കേണ്ടതുണ്ടല്ലോ. നിങ്ങൾക്കറിയോ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ താലിബ് മരിച്ചു. അബൂ താലിബ് നബിയുടെ മൂത്താപ്പയാണല്ലോ. അബൂ താലിബ് മരിക്കുന്നത് മുസ്ലിം ആവാതെയാണല്ലോ, മുശ്രിക്കാണല്ലോ. അലി റളിയല്ലാഹു അൻഹു വന്ന് നബിയോട് പറഞ്ഞു, ഇങ്ങനെ വാപ്പ മരിച്ചു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു, പോയിട്ട് ആ മയ്യത്ത് കുളിപ്പിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പണി പോലും ചെയ്യാൻ മുസ്ലിമിന് വിലക്കില്ല എന്നാണ്. ഇത് നമ്മളിങ്ങനെ വേറിട്ട് പോവുക. ഇപ്പം അടുത്തൊരാൾ പറഞ്ഞു, ഒരു മുസ്ലിം മരിച്ചിട്ട് അത് കാണാൻ വന്ന മുസ്ലിം അല്ലാത്ത ആൾക്കാരോട് ഒരുത്തം പറഞ്ഞോളൂ ഈ മയ്യത്ത് ഓലൊന്നും കാണണ്ടാന്ന്. പിന്നെ നമ്മളെ അയൽപ്പക്ക മര്യാദ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഹദീസിലുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പറയുന്നവനാണ് രാജ്യത്തിന് നാശമുണ്ടാക്കുന്നവൻ, സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്നവൻ. ദീനില്ലാത്ത കാര്യങ്ങൾ ദീനാണ് എന്ന് പറയുക, ഇതിൻ്റെ ആളുകൾ അകന്നു പോവുക. അപ്പം ദുഃഖവേളകളിൽ, മരണവേളകളിലൊക്കെ നമ്മൾ നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളുകളുമായി നല്ല ബന്ധമുണ്ടാക്കണം. അതുപോലെ തന്നെ പൊതു ഇടങ്ങൾ കുറഞ്ഞു വരുന്നു. പൊതുവിദ്യാലയങ്ങളിലെ, ഇപ്പം നമ്മളൊക്കെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച ആളുകളാണ്,
പക്ഷെ നമ്മളെ കുട്ടികളുടെ പഠനകാലം വന്നപ്പോഴേക്കും അത് കുറഞ്ഞു. എന്നിട്ടാ ഓരോ സമുദായക്കാർക്കും ഓരോ മതക്കാർക്കൊക്കെ പ്രത്യേക വിദ്യാലയങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അത് ഉണ്ട്. പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെയും എല്ലാവരെയും പ്രവേശിപ്പിക്കണം, എല്ലാവരെയും അധ്യാപകരാക്കണം, എല്ലാവരെയും ഉദ്യോഗസ്ഥരാക്കണം. അങ്ങനെ വരുമ്പോഴേ ആളുകൾക്ക്, കുട്ടികൾക്ക് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുവാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസം കിട്ടുള്ളൂ. അതൊന്നും നമ്മൾ ചെയ്യാതെ മനുഷ്യ സൗഹാർദ്ദത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു നടന്ന് സെമിനാർ നടത്തിയിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ആഘോഷവേളകൾ, കല്യാണങ്ങൾ, പെരുന്നാൾ, നോമ്പ് തുറകൾ, ഇതിലൊക്കെ നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളുകളെ വിളിക്കണം നമ്മൾ. അതുപോലെ അവരുടെ സന്തോഷവേളകളിൽ നമ്മളും പങ്കെടുക്കണം. അങ്ങനെയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മനസ്സുകൾ അടുത്തു വരുന്നത്. ഇപ്പോൾ ഉളഹിയത്ത്, അഖീഖ എന്തെല്ലാം നമ്മൾ പരസ്പരം കൊടുത്തയക്കുന്നു, അതൊക്കെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അതുപോലെ മറ്റൊരു കാര്യം, സമൂഹത്തിൽ അടുപ്പമുണ്ടാകണമല്ലോ. അകൽച്ച ഉണ്ടാകുന്ന വാക്ക് നമ്മൾ പറയാൻ പാടില്ല. അകൽച്ച ഉണ്ടാകുന്ന കോലവും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് അറബികളെ മാതിരി ഇവിടെ ഡ്രസ്സ് ഇട്ട് നടക്കണ്ടേ. അതിന് യാതൊരു ആവശ്യമില്ലല്ലോ. ലോക മുസ്ലിമുകളിൽ മഹാഭൂരിപക്ഷം അറബികളല്ല. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളിൽ ഇന്തോനേഷ്യയിലാണ്, ഒരു ഓല വേഷത്തിലാണുള്ളത്. അറബ് രാജ്യത്ത് അവരുടെ ഒരു വേഷമാണ്, ഇന്ത്യയിൽ ഇന്ത്യയുടെ വേഷം, മലയാളിക്ക് മലയാളിയുടെ ഒരു വേഷമാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ മറ്റൊരു രാജ്യത്തെയോ ഒരു വിഭാഗത്തിൻ്റെയോ കോലവും വേഷവും കൊണ്ടുവരുന്ന എന്തിനാ? ഇപ്പം മുസ്ലിം പെണ്ണുങ്ങളെല്ലാം കറുത്ത വസ്ത്രം ധരിക്കണം, അങ്ങനെ ഒരു നിയമം അള്ളാഹു റസൂലും പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് ആളുകൾ തമ്മിൽ ഇത് അകന്ന് പോകുന്ന കോലത്തിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? ഇസ്ലാമിൻ്റെ മര്യാദ പാലിക്കണം. വേഷത്തിൽ ഇസ്ലാം ഹറാമാക്കിയ രൂപം ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിൻ്റെ എല്ലാ ചിട്ടകളും ഉണ്ടാകണം. വേറെയുള്ള ആളുകളിൽ നിന്ന് അകന്ന് പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അറേബ്യയിൽ അങ്ങനെ ആയിരിക്കാം, ആണുങ്ങൾ വെള്ള വസ്ത്രം ധരിക്കും, പെണ്ണുങ്ങൾ കറുത്ത വസ്ത്രം. അത് അവരുടെ നാട്ടിലൊരു സംസ്കാരമാണ്, അവരുടെ ഒരു രീതിയാണ്, അതിന് ഗുണങ്ങൾ ഉണ്ടാവാം അവർക്ക്. പക്ഷെ നാം നമ്മുടെ നാട്ടിലാണ് ജീവിക്കുന്നത്, മലയാളക്കരയിലാണ് നമ്മളുള്ളത്, ഇന്ത്യ രാജ്യത്താണ് ഉള്ളത്. ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർ ആവശ്യമില്ലാതെ അത്തരത്തിലുള്ള വേഷങ്ങളും അത്തരത്തിലുള്ള വാക്കുകളും അത്തരത്തിലുള്ള സമ്പ്രദായങ്ങളും കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല. അള്ളാഹും റസൂലും പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച്, നാട്ടിൻ്റെ മര്യാദക്കനുസരിച്ച് അങ്ങനെ ജീവിക്കാം. ഹറാമായതൊന്നും ചെയ്യണ്ട. അതുമാതിരി തന്നെ ഹലാലായ കാര്യങ്ങൾ ഹറാമാക്കുകയും വേണ്ട, ഒരു വാജിബും ഉപേക്ഷിക്കുകയും വേണ്ട. ഇതൊന്നും പാലിക്കാൻ തയ്യാറില്ലാതെ ആളുകൾ പരസ്പരം എങ്ങനെയാണ് അടുത്തു വരിക, ഇത് നമ്മൾ കാണേണ്ട കാര്യമാണ്. പിന്നെ ഒന്ന്, നമ്മിൽ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന ആളുകൾക്ക് വിശ്വാസ്യതയിൽ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞൊരു വാക്ക് അൽ അമീൻ എന്നാണ്. അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്നാണ്. വിശ്വസിക്കാം മുഹമ്മദിനെ. മുഹമ്മദ് നമ്മുടെ ആളൊന്നുമല്ല, നമ്മൾ മുഹമ്മദിൻ്റെ മതത്തിലുമല്ല, പക്ഷേ മുഹമ്മദിനെ നമുക്ക് വിശ്വസിക്കാം. ഒരു പ്രശ്നം വന്നാൽ അദ്ദേഹത്തോട് പോയി പറയാം, ഒരു പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തെ മധ്യസ്ഥനാക്കാം. നമ്മുടെ കയ്യിലുള്ള കാശും മുതലും ഒക്കെ അന്ന് ഈ ലോക്കറുകളും പിന്നെ ഇതൊന്നുമില്ലല്ലോ, ബാങ്കൊന്നും, അവരെ ഏൽപ്പിച്ചിരുന്നത് നബീൻ്റെ അടുത്താണ് പൈസ കൊണ്ടുപോയി കൊടുത്തിരുന്നത്. വില പിടിച്ച സാധനങ്ങൾ ഏൽപ്പിച്ചിരുന്നു മുഹമ്മദിൻ്റെ അടുത്ത് ഏൽപ്പിക്കാം എന്നാ, നഷ്ടപ്പെടില്ല, ചതിക്കൂല. എന്നിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോവുക, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാണ്. പോണതോ ഇവരുടെ ശല്യം കൊണ്ടാണ്. എന്നിട്ട് പോണതിന് മുമ്പ് നബി ചെയ്തതെന്താണെന്നറിയോ? ആരുടെ എല്ലാം പണം കയ്യിലുണ്ട്, ആരുടെ സാധനങ്ങളുണ്ട്, അതൊക്കെ നോക്കി കണക്കാക്കി അവരെ വിളിച്ച് ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് മുഹമ്മദ് പോണത്. നിങ്ങളെ ഉപദ്രവം കൊണ്ട് ഞാൻ പോവുക എന്നാണ്, കിട്ടിയ പൈസയും കൊണ്ട് പോവുകയല്ല ചെയ്തത്. അപ്പം ആളുകൾക്ക് വിശ്വാസ്യത നിലനിർത്താൻ കഴിയുന്ന വിധത്തിലുള്ള ജീവിതം നൽകാൻ ബാധ്യസ്ഥരാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ ഒരു കാര്യമാണ് മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളത്. മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നത് പലപ്പോഴും അത് വിഷയാധിഷ്ഠിതമായിരിക്കും. ഇപ്പോൾ വേറെയുള്ള ഒരാൾ ചെയ്യുന്നൊരു നല്ലത്, അത് നല്ലതെന്ന് പറഞ്ഞൂടെ? ഞാൻ തന്നെ ചെയ്താലേ നല്ലതാവും, എൻ്റെ സംഘടനയിൽ കൂടെ ചെയ്താലേ നല്ലതാവും, അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്താൽ തെറ്റാണ്, ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഒരു തെറ്റാണ്, മറ്റുള്ളവൻ്റെ ശരിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം കാത്തു സൂക്ഷിക്കേണ്ടത്. ഹുദൈബിയ സന്ധി സമയത്ത് നബിയും സഹാബത്തും ഉംറക്ക് വരുമ്പോൾ ഹുദൈബിയയിൽ, മക്കയുടെ ഒരു ബോർഡറാണല്ലത്, അവിടുന്ന് ഒരു 30 കിലോമീറ്റർ പോയാൽ മക്കത്തെത്തി, ഹറമിൻ്റെ ബോർഡറാണത്. അപ്പോൾ അവിടേക്ക് മക്കയിൽ നിന്നിങ്ങനെ ആളുകൾ വരാൻ തുടങ്ങി. അതായത് മുശ്രിക്കുകളായ ആളുകൾ നബിയോട് സംസാരിക്കാൻ, നബിയും ആയിരക്കണക്കിന് ആളുകളും വരികയല്ലേ, അവരാക്രമിക്കുമോ, പ്രശ്നം ഉണ്ടാക്കുമോ? അതിൽപ്പെട്ട ഒരാൾ, ഒരു നേതാവ് ഇങ്ങനെ നബിയോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അഹ്ബാഷ് എന്ന് പറയുന്ന ഒരു സംഘമുണ്ട്, അവിടെ ഒരു മലക്ക് താഴെ മലഞ്ചെരുവിൽ താമസിക്കുന്ന
ഒരു വിഭാഗമാണ്, ഒരു ഗോത്രം അഹ്ബാഷ്. അതിൻ്റെ നേതാവും വന്നു. അപ്പോൾ അവരുടെ കയ്യിൽ അവരുടെ കൂടെ കുറേ ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. ഹറമിലേക്ക് പോകുമ്പോൾ അവിടെ കൊണ്ടുപോയി അറുത്ത് വിതരണം ചെയ്യാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ പറഞ്ഞു ഇങ്ങനെ ഇദ്ദേഹമാണ് ഇത് എന്ന്. അദ്ദേഹത്തെ വിളിച്ചിട്ട് മുസ്ലിമീങ്ങളോട് പറഞ്ഞു, കണ്ടോ ഇത് ഇദ്ദേഹം ഇന്ന സ്ഥലത്തുള്ള ഇന്ന ഗോത്രത്തിൻ്റെ നേതാവാണ്, അദ്ദേഹം കണ്ടോ ഈ ഒട്ടകങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഒട്ടകങ്ങൾ അവിടെ നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൽബിയത്ത് എല്ലാം തുടങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ചെയ്ത ഒരു നല്ല കാര്യത്തിനുള്ള ഒരു അംഗീകാരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാക്കുകളും അങ്ങനെയാണ്. ഒരു കവി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ലബീദ് ബിൻ റബിയ. ലബീദ് ബിൻ റബിയ ജാഹിലിയത്തിൽ പാട്ടുപാടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഒരു ശകലം അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹി ബാത്തിലു, എല്ലാ കാര്യങ്ങളും അല്ലാഹ് ഒഴിച്ച എല്ലാ കാര്യങ്ങളും ബാത്തിലാണ് എന്ന് ഒരു കവിതയുടെ കഷ്ണമാണ്. എന്ന് പറഞ്ഞാൽ പടച്ചവനാണ് ഹക്ക്, പരമാർത്ഥമായിട്ടുള്ളത് എന്നും നിലനിൽക്കുന്നത്, എല്ലാറ്റിനും കഴിവുള്ളവൻ എന്ന വിശാലമായ അർത്ഥത്തിലാണ്, അല്ലാത്തതൊക്കെ പോക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ഈ റബിയ പിന്നെ മുസ്ലിം ആയിട്ടുണ്ട്. ഈ കവിത എടുത്തിട്ട് പറഞ്ഞു ഇതാണ് ഏറ്റവും നല്ല കവിത. അത് എഴുതിയ മുസ്ലിം ആയിട്ടല്ല, അത് എഴുതിയ ആൾ സംഘടനയിൽ മെമ്പറായിട്ടല്ല, പക്ഷേ ആ പറഞ്ഞ സംഗതി ഒരു സത്യമാണ് എന്ന്. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയാം, ഏതൊരാൾ ചെയ്ത നന്മയും നന്മയാണ്, ഏതൊരാൾ പറഞ്ഞ നല്ല വാക്കും നല്ല വാക്കാണ് എന്ന് അംഗീകരിക്കുന്ന ഹൃദയവിശാലത മനുഷ്യനുണ്ടാവണം, ദീൻ പഠിക്കുന്ന മുസ്ലിങ്ങളായ നമുക്കുണ്ടാവണം. അങ്ങനെയായാൽ രണ്ട് വാക്കുകൾ ഞാൻ പറയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ആവുന്നതിൻ്റെ മുമ്പ് ഖദീജ ബീവി പറഞ്ഞ വാക്ക്. ഹിറാ ഗുഹയിൽ നിന്ന് വഹിയുമായി ആ ജിബ്രീലിനെ കണ്ട് പേടിച്ചു വന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. അങ്ങനെ ഖദീജ ബീവിയോട് പറഞ്ഞു, പുതപ്പിട്ട് മുടാൻ പറഞ്ഞു. അപ്പം ഖദീജ ബീവി പറഞ്ഞു കൊടുത്തൊരു വാചകമുണ്ട്, പേടിക്കണ്ട, വല്ലാഹി ലാ യുഹ്സിക അല്ലാഹു അബദ, അല്ലാഹ് താങ്കളെ ഒരിക്കലും നിന്ദിക്കുകയില്ല, വിഷമിപ്പിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടറിയോ, താങ്കൾ പ്രയാസപ്പെടുന്നവനെ സഹായിക്കുന്നവനാണ്, പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനാണ്, ദുരിതം അനുഭവിക്കുന്നവൻ്റെ ഭാരം വഹിക്കുന്നവനാണ്, അതിഥിയെ സൽക്കരിക്കുന്നവനാണ് എന്നൊക്കെയാണ് നബിയുടെ ഗുണഗണങ്ങൾ പറഞ്ഞിട്ട് ഖദീജ ബീവി നബി ആശ്വസിപ്പിക്കുന്നത്. അതല്ലാതെ താങ്കളെപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്, താങ്കളെപ്പോഴും തവാഫ് ചെയ്യുന്നവനാണ്, താങ്കളെപ്പോഴും ഹജ്ജ് ചെയ്യുന്നവനാണ്, അങ്ങനല്ല പറഞ്ഞത് മനുഷ്യന് നന്മ ചെയ്യുന്ന ഗുണങ്ങളാണ്. ഇതേ വാക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജറ പോകുമ്പോഴേ കണ്ടുമുട്ടിയ അവിടുത്തെ ഒരു ഗോത്രത്തലവൻ, അദ്ദേഹം അബൂബക്കറിനോട് ചോദിച്ചു റളിയല്ലാഹു അൻഹു, എന്താ പറയുക, എന്തിനാ പോണത്? ഞാൻ പോകാനറിഞ്ഞു, അവിടെ എനിക്ക് പോകല്ല. എന്തിനാ പോണത്? എനിക്കിവിടെ ശരിക്കും ഇബാദത്തെടുക്കാനും ദീനിയായി ജീവിക്കാനും സമ്മതിക്കുന്നില്ല, അതിനു മുമ്പ് കുറേ ചരിത്രമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതറിയാം, മിസ്ലുക ലൻ തുഖ്റജ് ലൻ യുഖ്റജ്, താങ്കളെ മാതിരിയുള്ള ആൾ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല, പോകാനും പാടില്ല. എന്നിട്ട് പറഞ്ഞ എന്തൊക്കെയാണെന്നറിയോ, താങ്കൾ വിഷമിക്കുന്നവനെ സഹായിക്കുന്നവനാണ്, പട്ടിണി കിടക്കുന്നതിന് ഭക്ഷണം കൊടുക്കുന്നവനാണ്. ആ പറഞ്ഞ ഖദീജ ബീവി അന്ന് പറഞ്ഞു എന്നല്ലേ, അതേ വാക്കുകൾ അബൂബക്കർ സിദ്ദീഖിനോട് ഇബ്നു ദുഹ്ന എന്ന് പറയുന്ന ഈ മുശ്രിക്കായ മനുഷ്യൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ജനങ്ങളോട് പറഞ്ഞത്, അബൂബക്കർ ഇവിടെ നിൽക്കും, ഇവിടെ ജീവിക്കും, അയാൾ ഖുർആൻ ഓതും, അയാൾ നിസ്കരിക്കും, ഒക്കെ ചെയ്തോളൂ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, ചെയ്തോട്ടെ, ഈ കാര്യമൊക്കെ ഉറക്കെ ഖുർആൻ ഓതി നമ്മുടെ കുട്ടികളും മക്കളൊക്കെ കേട്ട് അതിൻ്റെ കൂടെ പോകും. അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ നിബന്ധനയിൽ അബൂബക്കർ സിദ്ദീഖിനെ കൊണ്ടുവന്നു. അദ്ദേഹം തിരിച്ചു വരിക ചെയ്ത്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ സ്വകാര്യമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹം ഉറക്കെ ഖുർആൻ ഓതുകയൊക്കെ ചെയ്ത് അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അത് തീരുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്തെന്നറിയോ, നിങ്ങൾ ചെയ്യുന്ന നന്മകളെ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കേണ്ടവനാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നണം എന്നുള്ളതാണ്. നിങ്ങൾ എന്നല്ല, ഞാനും എൻ്റെ നാട്ടിൽ, എൻ്റെ പ്രദേശത്ത്, നമ്മുടെ ഏരിയയിൽ നമ്മളവിടെ ഒരു വേണ്ടപ്പെട്ടവനായിരിക്കണം എന്നാണ്. അതൊന്നുമില്ലാതെ നമ്മൾ ഇസ്ലാമിൻ്റെ നന്മകൾ, ഇസ്ലാമിൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞിട്ട് എവിടെ എത്താനാണ്? അപ്പം ജീവിക്കുന്ന സമൂഹത്തിൽ സാമൂഹികമായ ഇടപഴകലിൽ, സാമൂഹ്യ ജീവിതത്തിൽ മനോഹരമായ, മധുരമുള്ള, ആസ്വാദ്യകരമായ ഒരനുഭവം ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്.
നമ്മുടെ കുട്ടികൾക്കൊക്കെ പരീക്ഷ വരികയാണ്. നമ്മൾ മറന്നു പോകരുത്. പരീക്ഷ നമ്മൾ മറക്കില്ല, പരീക്ഷ ഉണ്ടാവും. പക്ഷെ അവർക്ക് സ്വൈരമായി പരീക്ഷ എഴുതാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടായി കൊടുക്കണം. ഈ സമയങ്ങളിൽ നമ്മൾ തീരെ ചിന്തിക്കാത്തത് കൊണ്ടല്ലേ പരീക്ഷ ദിവസങ്ങളിൽ കല്യാണം വരുന്നത്, പരീക്ഷ ദിവസങ്ങളിൽ സൽക്കാരം വരുന്നത്, പരീക്ഷ ദിവസങ്ങളിൽ കുടുംബ ടൂറുകൾ സംഘടിപ്പിക്കുന്നത്. എന്നിട്ട് കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ അതിന് നമ്മൾ പറയും ചെയ്യും. ഇപ്പോൾ കുട്ടികൾക്ക് ശാന്തമായി പഠിക്കാൻ, ശബ്ദ കോലാഹലമില്ലാതിരിക്കാൻ, അവർക്ക് പഠിച്ചു മനസ്സിലാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മറ്റൊന്ന്, ലോകാടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ശ്രദ്ധ ഇപ്പോഴേ ഈ രോഗമാണല്ലോ, കൊറോണ ബാധിച്ചതിനെക്കുറിച്ചുള്ള പേടിയാണ്. അത് സ്പ്രെഡ് ചെയ്യാണ്, നിൽക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. വേണ്ടത്ര അതിനൊരു ചികിത്സയുമില്ല. വിമാനങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു, പല പരിപാടികളും നിർത്തിവെക്കുന്നു, ആരോഗ്യവകുപ്പ് പലതും പുറത്തിറക്കുന്നു. ഹദീസിൽ വന്നിട്ടുണ്ട്, പകർച്ചവ്യാധികൾ പിടിപെട്ട രാജ്യത്തേക്ക് പുറമേ നാൾ വരാൻ പാടില്ല. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ പുറത്തു പോകാനും പാടില്ല. അത് ഹദീസിൽ വന്നിട്ടുള്ള പകർച്ചവ്യാധിയുടെ ഒരിതാണ്. പിന്നെ ചെയ്യേണ്ടത് മുൻകരുതലും ചികിത്സയുമാണ്. അപ്പോൾ നിങ്ങൾ വായിക്കുന്നുണ്ടാവും, അത് മുഴുവൻ ഞാൻ പറയണ്ട. അതിൽപ്പെട്ടതാണ് നമ്മൾ ആളുകളുമായി കൂടുതൽ ബന്ധങ്ങൾ കുറച്ച് കൊണ്ടുവരിക, അതുപോലെ കൈയും മുഖവുമൊക്കെ സോപ്പിട്ട് കഴുകുക. ഇത് ഇഫക്റ്റ് ചെയ്ത സ്ഥലങ്ങളിൽ പോയി വന്ന ആളുകൾ പരിശോധനയ്ക്ക് ശേഷം, ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ പരിശോധനയ്ക്ക് ശേഷം മാത്രം സമൂഹത്തിലേക്ക് വരികയാണ്. ഗൗരവമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് സൗദി അറേബ്യ ഉംറ വിസ സ്റ്റോപ്പ് ചെയ്തത്. ഉംറ നിർത്തി, പുറമേ നിന്ന് ആരും അങ്ങോട്ട് വരണ്ടാന്ന്. ഇന്നലെ മുതൽക്ക് സൗദിയിലുള്ള ആളുകളും ഉംറയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഒരു സുഹൃത്ത് അയച്ചു തന്നു, ഹറമിൽ തവാഫ് നിന്ന് പോയിരിക്കുന്നു. 40 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് തവാഫ് നിന്നതെന്ന്. അതായത് ഹറം കലാപം ഉണ്ടായില്ലേ 79 ലാസ്റ്റിൽ, അന്ന് കുറച്ച് ദിവസം ഹറം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ തവാഫൊന്നും ഇല്ലാതെ അതേ അനുഭവം ഇപ്പോഴുണ്ടായിരിക്കുന്നു എന്നാണ്. ഇന്നലെ രാത്രിയിൽ ഇഷാ നമസ്കാരത്തിന് ശേഷം ഹറം വാതിലുകൾ ക്ലോസ് ചെയ്തു എന്നാണ്, ക്ലീനിങ്ങിന് വേണ്ടി. ഇന്ന് സുബൈക്കേ തുറന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയും പല തരത്തിലുള്ള മുൻകരുതലുകളും വേണ്ടിവരും. അതിലൊന്നും ഇസ്ലാമികമായി തെറ്റോ കുറ്റോ ഇല്ല കേട്ടോ. കാരണം അതൊക്കെ പണ്ഡിതന്മാരുമായി ചോദിച്ച് ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമമനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണത്. അല്ലെങ്കിൽ വമ്പിച്ച നിലക്കുള്ള പകർച്ചവ്യാധി പിടിപെട്ടിട്ട് മനുഷ്യൻ്റെ കൂട്ടമരണങ്ങൾ ഉണ്ടാവും, കരുതണം എന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ഏറ്റവും വലിയ ഒരു വിഷയം ഇപ്പോൾ ഡൽഹിയിൽ നടന്ന കലാപമാണ്. കഴിഞ്ഞ ബുധനാഴ്ചയിൽ സംഭവിച്ചതാണ്, ഇതല്ല ഇതിൻ്റെ മുമ്പത്തെ. ആ കലാപമുണ്ടായ ശേഷം നമ്മുടെ ഇവിടെ ഹുത്ബയിൽ അത് പറഞ്ഞതാണ്. ഇന്ന് പണം പിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ പോയിരുന്നു, മിനിയാന്നാണ് തിരിച്ചു വന്നത്. വളരെ ഗുരുതരമാണത്, വളരെ ഗുരുതരം. അവിടുത്തെ കണക്കനുസരിച്ച് ഇന്ന് പത്രത്തിലുള്ളത് 53 ആളുകൾ മരിച്ചു എന്നാണ്. ഇന്നലെ 49 എന്നാണ് പറഞ്ഞത്. പല സ്ഥലത്ത് നിന്നും മൃതശരീരങ്ങൾ കിട്ടുകയാണ്, പുഴയിൽ നിന്നും ഓടയിൽ നിന്നും പാലത്തിൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ. അപ്പോൾ കൃത്യമായ കണക്കൊന്നും ആയിട്ടില്ല. 500-ലധികം വീടുകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഭാഗികമായും പൂർണ്ണമായും നശിച്ചുപോയിട്ടുണ്ട് എന്നാണ്. പിന്നെ അവിടുത്തെ ആളുകൾ ജീവിച്ചിരുന്നത് ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടിക്കടകൾ നടത്തുക, സൈക്കിൾ റിക്ഷ ചവിട്ടുക, ഉന്തുവണ്ടിയിലൂടെ കച്ചവടം ചെയ്യുക, വീട്ടിലുള്ള ചില കുടിൽ വ്യവസായങ്ങൾ, ബാറ്ററി ഉണ്ടാക്കുക, ലോക്ക് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ രൂപത്തിൽ ഉള്ള ആളുകളാണ് അധികം. വലിയ ആളുകളും ഉണ്ട്. ഇപ്പോൾ കാറുകളൊക്കെ, ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് ഒന്നായിട്ട് കത്തിച്ചിട്ടുണ്ട്. സ്കൂളുകൾ തകർന്നിട്ടുണ്ട്. ഇതെല്ലാവരുടെയും പോയിട്ടുണ്ട്. ചില ഏരിയയിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ, അവിടെ കൂടുതൽ അവർക്കുണ്ട്. ചില ഏരിയയിൽ ഹിന്ദുക്കൾ കൂടുതൽ, അവിടെ കൂടുതൽ അവർക്കുണ്ട്. അവിടെ പോയപ്പോൾ കാണാൻ കഴിഞ്ഞൊരു കാര്യം, അവിടുത്തെ ഹിന്ദു മുസ്ലിം കലാപമല്ല അത്. അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇപ്പോഴും സൗഹാർദ്ദത്തിൽ തന്നെ. ഈ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ അവിടെ അമ്പലത്തിൽ മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട് ഇപ്പോൾ, സുരക്ഷാ കേന്ദ്രമായിട്ട്. അവിടുത്തെ ഒരു പള്ളിയിൽ, 4 നില പള്ളിയിൽ, ഒരു നില ഒഴിച്ചു ബാക്കിയുള്ളതിൽ അമുസ്ലിം സ്ത്രീകൾ വരെ, ഹിന്ദു സിഖ് സ്ത്രീകൾ വരെ താമസിക്കുന്നുണ്ട്. ഈദ്ഗാഹ് മൈതാനിയിൽ വലിയൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്, ദുരിതാശ്വാസ ടെൻറ്റും ഇതൊക്കെ ആയിട്ട് ക്യാമ്പ്. അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റുള്ളവരും ഒക്കെ താമസിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇവിടെ ഞങ്ങൾ യാതൊരു കുഴപ്പമില്ല, അത് പുറമേ നിന്ന് ആളുകൾ വന്നതാണെന്നാണ്. മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ അവിടുത്തെ ഡോക്ടർ ജഫറുല്ല ഖാൻ അദ്ദേഹം പറഞ്ഞത് 1500-2000 ഇടയ്ക്ക് കലാപകാരികൾ പുറമേ നിന്ന് വന്ന് രാജ്യത്തിൻ്റെ ഈ നല്ല ഒരു രൂപം നശിപ്പിക്കാൻ ശ്രമിച്ചതാണെന്ന്. ഗവൺമെൻറ് ഒരുപാട് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് സഹായം നമുക്കറിയാം, അത് അതിൻ്റെ കൃത്യത്തിൽ, അതിൻ്റെ പ്രൂഫോട് കൂടി, അതിൻ്റെ വേണ്ട വിധത്തിൽ അപേക്ഷിച്ചായി വരാൻ പല കാലങ്ങളും കഴിയും, പലർക്കും കിട്ടിയില്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ അനുഭവം അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാ സന്നദ്ധ സംഘടനകളും ഇപ്പം
പണിയെടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് നമ്മുടെ പള്ളി, നമ്മുടെ ആളുകൾ പണം കൊടുക്കണം. ഇനി നിങ്ങളേതെങ്കിലും ആൾക്ക് വേറെ നിലയ്ക്ക് ചെയ്യാൻ കഴിയും, അങ്ങനെ ചെയ്യണം. ഇനി ഏതെങ്കിലും ഓർഗനൈസേഷൻ രൂപത്തിലാണ്, അങ്ങനെ ചെയ്യണം. വലിയ പണം, കോടിക്കണക്കിന് രൂപയുടെ പണം ആവശ്യം, അവരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അത് ഹിന്ദു മുസ്ലിം കലാപമല്ല. അത് ഇന്ത്യയുടെ ഈ മതസൗഹാർദ്ദവും ബഹുസ്വരതയും തകർക്കാൻ വേണ്ടി ഫാഷിസ്റ്റുകളായ ആളുകൾ, അക്രമികളായ ആളുകൾ പുറമേന്ന് വന്ന് അവിടെ ചെയ്തതാണ്. അത് ആ നിലക്ക് തന്നെ ഒന്നിച്ചു കാണുകയും എല്ലാവരെയും സഹായിക്കുകയും ആ നിലക്ക് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഇതാണ് എന്ന നിലക്ക് അത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. അതിനിന്ന് ഇവിടെ കലക്ഷൻ നടത്തും, അവരെ സഹായിക്കാൻ ഇതിൻ്റെ പള്ളി കമ്മിറ്റി തീരുമാനിക്കും. ഡയറക്റ്റായിട്ട് എങ്ങനെ കൃത്യമായി സുതാര്യമായി വേണ്ട വിധം ഫലപ്രദമായി എങ്ങനെ ചെലവഴിക്കുന്നു. വലിയ സംഖ്യ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പള്ളിയിൽ ഭാരവാഹികളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നതായിരിക്കും നല്ലത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യാൻ ഉള്ള ഈമാനും കരുത്തും നൽകി സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. ലോകത്ത് മനുഷ്യരുടെ ജീവിതത്തിന് ഭീഷണിയായി വരുന്ന മാരകമായ രോഗങ്ങളും സഹിക്കാൻ കഴിയാത്ത അനുഭവങ്ങളും അല്ലാഹുവേ എല്ലാവരിൽ നിന്നും നീ നീക്കിത്തരണമേ. മനുഷ്യർക്ക് എല്ലാവർക്കും സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന വിധത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ നീ നന്നാക്കി തീർക്കണമേ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ ക്ലേശങ്ങളെയും അല്ലാഹുവേ നീ ദൂരീകരിച്ച് തരണമേ. ഒരുപാട് ആളുകൾ, അസുഖമായ ആളുകൾ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാ അസുഖങ്ങളെയും അല്ലാഹുവേ നീ നീക്കിത്തരണമേ. അവർക്ക് നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് ദുആ ചെയ്യുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും നീ പൂർത്തീകരിച്ച് തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ യാ ഗാഫിറൽ മുദ്നിബീൻ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة